ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ നടന്നത് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തെരഞ്ഞെടുത്തത് ആദില, ജിസേൽ ആൻഡ് ഒനീൽ. ഹോട്ടൽ ടാസ്കിൽ ഹോട്ടൽ ഉടമയുടെ മകളായ ആദില, GM ലക്ഷ്മി, ഹോട്ടൽ ഉടമയുടെ മകളുടെ ബോയ്ഫ്രണ്ട് ആര്യൻ. ഇവരിൽ 3 പേരിൽ നിന്നും ഒരാളെ വീട്ടുകാർക്ക് ക്യാപ്റ്റൻസിയിലേക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യാം. ആദില നന്നായിട്ട് പെർഫോം ചെയ്തു, എന്നാലും കുറച്ച് ഓവറാക്കിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് വാരിയിടുന്നു. അതൊക്കെ വളരെ ചീപ്പ് പരിപാടിയാണ്. ആദിലേക്കാൾ നന്നായിട്ട് ക്യാരക്ടർ പിടിച്ചത് ലക്ഷ്മിയാണ്. കാരണം വന്ന 2 ഗസ്റ്റും ലക്ഷ്മിയെ കയറി നല്ലതുപോലെ ചൊറിയുന്നുണ്ട്. എന്നാൽ GMന്റെ ക്യാരക്ടർ വിടാതെയാണ് ലക്ഷ്മി അവരോടൊക്കെ പ്രതികരിച്ചത്. നേരെ മറിച്ച് ആദിലയോടാണ് ഇങ്ങനെ പ്രവോക്ക് ചെയ്യുന്നതെങ്കിൽ കാണാമായിരുന്നു. റിയാസ് ബിഗ് ബോസിൽ വന്നത് ശരിക്കും ഗുണം ചെയ്തത് ലക്ഷ്മിക്കാണ്. റിയാസ് ആരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അവർക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ട് കുറയും. റിയാസ് ആരെയാണോ വിമർശിക്കുന്നത് അവർക്ക് സപ്പോർട്ട് കൂടും. വന്ന ഗസ്റ്റ് റിയാസിനും ഒരാളെ നേരിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാം. റിയാസ് ആദ്യം പറഞ്ഞത് അക്ബറിനെയാണ്. അതായത് ഷോയെപ്പറ്റി ഒരു തേങ്ങയും അറിയാതെയാണ് വന്നേക്കുന്നത്. അക്ബറിന് ഈ സീസണിൽ ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല, അതൊന്നും അറിയില്ല. പിന്നെ പറഞ്ഞത് ഒനീലിനെയാണ്. ഒനീലിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്തവർ അവിടെയുണ്ട്. ഷാനവാസ്, അനീഷ്, അതുപോലെ അനു. ക്യാപ്റ്റൻസിയിലേക്ക് ഇവരെയൊന്നും ഒരിക്കലും ആരും നോമിനേറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല.